ബംഗളൂരുവിൽ പുതുവത്സരാഘോഷം ലക്ഷ്യമിട്ട് വൻതോതിൽ ശേഖരിച്ചു വെച്ച മയക്കുമരുന്ന് പിടികൂടി. സംഭവത്തിൽ നൈജീരിയൻ പൗരൻ അറസ്റ്റിലായി. ന്യൂ ഇയർ ആഘോഷം കൊഴുപ്പിക്കുന്നതിനു വേണ്ടി ശേഖരിച്ചു വെച്ച മയക്കുമരുന്നുകളാണ് സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ ലഹരിവിരുദ്ധ വിഭാഗം പിടിച്ചെടുത്തത്. സാത്തന്നൂർ മെയിൻ റോഡിലെ വാടക വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മയക്കുമരുന്നുകൾ. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന. 11.64 കിലോഗ്രാം MDMA ക്രിസ്റ്റലും 1040 തീവ്ര ലഹരി ഗുളികകളും 2.35 കിലോഗ്രാം മയക്കുമരുന്ന് നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുമാണ് പിടിച്ചെടുത്തത്. ഇതിനെല്ലാം ചേർത്ത് 23.74 കോടി രൂപ മൂല്യം വരും. സംഭവത്തിൽ മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ നൈജീരിയൻ പൗരൻ ഇജിക്കെ സെഗ്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നിരവധി തവണ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് പിടിയിലായിട്ടുണ്ട്. കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചെന്നൈയിലും ഹൈദരാബാദിലും കേരളത്തിലും മയക്കുമരുന്ന് വിതരണം ചെയ്തു വരികയായിരുന്നു. ഡൽഹിയിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത്. ഇന്ത്യയിൽ താമസിക്കുന്നതിനുള്ള രേഖകൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നില്ല. 2017 ശ്രീലങ്ക വഴി ബിസിനസ് വിസയുമായാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത്. വിസയുടെ കാലാവധി കഴിഞ്ഞും അനധികൃതമായി തുടരുകയായിരുന്നു. ഇയാൾ താമസിച്ചു വന്ന വാടക വീടിന്റെ ഉടമയുടെ പേരിലും നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.